Hello and welcome to the new video. In this video, I'll be discussing about advantages of high transmission voltage, and I will also discuss the disadvantages of high transmission voltage. Okay, so we know that the generation is generally carried at 11 kV, mostly in India, or 33 kV. Okay, so the generation voltage is comparatively very low. Then what happens is that we are stepping up this generated voltage to very higher voltage levels, say like 132 kV, 220 kV or 400 kV, and we are transmitting the voltages or power at very high voltage levels. This is done mainly to decrease the amount of current because the current is inversely proportional to the voltage. Okay. അപ്പോൾ നമ്മൾ ലോ വോൾട്ടേജിൽ ഉണ്ടായിരുന്ന 11 kV ജനറേറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജിനെ നേരെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അവിടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ തന്നെ അത് ഹൈ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അതാണ് നമ്മളിവിടെ ട്രാൻസ്മിഷൻ ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഫൈനലി നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ എൻഡിലേക്ക് നേരെ എടുത്ത് കൊടുക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അത് വീണ്ടും അടുത്ത് നമ്മുടെ ലോങ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിൽ ബി ഫാർ അവേ ഫ്രം ദ load centers. So we are transmitting at high voltages and it goes to the transmission line which are supported by the supporting towers, and finally ഒരു സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഈ സബ്സ്റ്റേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ആ ലൊക്കാലിറ്റിയിലേക്ക് എത്തി എന്ന് വിചാരിക്കുക, ലോഡ് ഡിസ്പാച്ച് ചെയ്യേണ്ടത് ലൊക്കാലിറ്റി. അപ്പോൾ അവിടെ എത്തുമ്പോൾ അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സോ ഇപ്പോൾ ഇവിടെ ഒരു 66 kV ആയിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അവിടുന്ന് ട്രാൻസ്മിഷൻ പോകുന്നത് അതിനെ സബ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അത് വീണ്ടും ചിലവർക്ക് ചില സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ നമുക്ക് 66 kV ഒക്കെ ആവശ്യമുള്ളത് ഉണ്ടാവാം, ഇൻഡസ്ട്രീസും കാര്യങ്ങളും. അപ്പോൾ അവർക്ക് അത് ഡയറക്റ്റ് ഫീഡ് ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും നമ്മളുടെ എവിടേക്ക് എത്തും, സബ്സ്റ്റേഷനിലേക്ക്, വേറൊരു ഫൈനൽ സബ്സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 11 kV ലോവർ വോൾട്ടിലേക്ക് ആക്കിയിട്ട് അതാണ് പിന്നീട് നമ്മളുടെ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ എൻഡിലേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അവിടെ നിന്നാണ് അത് 230 വോൾട്ട് അല്ലെങ്കിൽ 3 ഫേസ് ആണെങ്കിൽ 440 ആക്കിയിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 11 kV വേണ്ടവർക്ക് ഇൻഡസ്ട്രീസിനൊക്കെ വേണമെങ്കിൽ അത് അവിടെ നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മെയിൻലി ഇവിടെ പറയുന്നത് നമ്മൾ ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫോമറിലേക്ക് ശരിക്കും എത്രയേ വേണ്ടുള്ളൂ, 11 kV ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്നതും 11 kV ആണ്. പക്ഷേ ഇവരെ തമ്മിൽ ഡയറക്റ്റ് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി അത് വയബിളും അല്ല, പിന്നെ ലോസും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൈ ട്രാൻസ്മിഷൻ വോൾട്ടേജിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത് പ്രോപ്പർ റിലേഷൻസ്, വോൾട്ടേജും കറണ്ടും വേറെ കാര്യങ്ങളൊക്കെ തമ്മിലുള്ള റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, so the first thing is that it reduces volume of conductor material. കണ്ടക്ടർ മെറ്റീരിയലിന്റെ വോളിയം കുറയ്ക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. സോ കണ്ടക്ടർ മെറ്റീരിയലിന്റെ വോളിയം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് കണ്ടക്ടർ മെറ്റീരിയൽ കുറയാന്ന് പറഞ്ഞാൽ അത്രയും എക്കണോമിക്കൽ ആവുകയെന്നാണ് അർത്ഥം. അത്രയും നമ്മൾ എമൗണ്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അസ്യൂം ചെയ്തിട്ടുള്ളതൊക്കെയാണ്. let capital P be the power transmitter in watts, V the line voltage in volts, cos phi power factor of the load, L length of the line in meters, R resistance per conductor in ohms, rho resistivity of conductor material, A area of cross section of the conductor. Okay, ഇവിടെ ലെങ്ത് റെസിസ്റ്റൻസ് പെർ കണ്ടക്ടർ ലൈൻസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസ് ആണ് എടുക്കുന്നത്, 3 വയർ ട്രാൻസ്മിഷൻ എടുക്കുന്നത് 3 ഉണ്ടായിരിക്കും എന്നുള്ള അസംഷനിലാണ്. ഓക്കെ, so the load current നമുക്കറിയാം പവർ ഈക്വൽ ടു √3 VI cos phi ആണ്. So the load current I is equal to P divided by √3 V cos phi. ഇവിടെ റെസിസ്റ്റൻസ് നമുക്കറിയാം, റിലേഷൻ ലോ ഓഫ് റെസിസ്റ്റൻസ് വെച്ചിട്ട് R ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. അപ്പോൾ ടോട്ടൽ പവർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം I²R ആണ്, ഹീറ്റ് ലോസ് ആണ്, കോപ്പർ ലോസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. 3 കണ്ടക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എന്ത് വരും, 3 ടൈംസ് I²R വരും. സോ 3 ടൈംസ് I നമ്മൾ ഇവിടുന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്ക്വയർ ഇൻറ്റു ആർ റോ എൽ ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇതാണ്. ഇവിടെ ഈ √3 ക്യാൻസൽ ആയി പോകും, സ്ക്വയർ ചെയ്യുമ്പോൾ 3 വരും, 3 ക്യാൻസൽ ആവും. ബാക്കി ടോട്ടൽ പവർ ലോസ് ഈസ് ഈക്വൽ ടു P² റോ എൽ ഡിവൈഡഡ് ബൈ V² cos സ്ക്വയർ ഫൈ എ എന്ന് കിട്ടും അല്ലേ. അതായത് ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വോൾട്ടേജ് ആണ് ടോട്ടൽ പവർ ലോസ് എന്നുള്ളതും അവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. പിന്നീട് നമ്മൾ ഈ റിലേഷൻ ഉപയോഗിക്കുന്നുണ്ട്
രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോഴും. ഓക്കെ, ഈ ടോട്ടൽ പവർ ലോസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വോളിയത്തിൻ്റെ കാര്യം പറയണം. ഇപ്പോൾ ഇതെല്ലാം വേണ്ടേ. സോ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പി സ്ക്വയർ റോ എൽ ഡിവൈഡ് ബൈ ഡബ്ല്യു വി സ്ക്വയർ കോ സ്ക്വയർ ഫൈ എന്ന് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കാര്യം. ആ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പവർ ലോസിനെയാണ് ഡബ്ല്യു എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ദ ടോട്ടൽ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ. ഇപ്പോൾ കണ്ടക്ടർ മെറ്റീരിയലിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഇപ്പോൾ 3 ഉള്ളതുകൊണ്ട് 3 ഇൻറ്റു എ ഇൻറ്റു എൽ വരും. സോ ഇൻറ്റു എൽ എന്നും കൂടി വരുന്നു മാത്രം. സോ എൽ സ്ക്വയർ വരും അല്ലേ. അതാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന റിലേഷൻ. ടോട്ടൽ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ ഈക്വൽ ടു 3p square rho l square w v square cos square phi. So it is clear from the expression that for a given value of p, l, rho and w, pയും എല്ലും റോയും ഡബ്ല്യൂയും ഒക്കെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ the volume of the conductor material required is inversely proportional to the square of transmission voltage. So the volume is inversely proportional to the സ്ക്വയർ ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. കാരണം ഡിനോമിനേറ്ററിലാണ് വി സ്ക്വയർ വരുന്നത് അല്ലേ. സ്ക്വയർ ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആൻഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടറിന്റെ സ്ക്വയറിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഗ്രേറ്റർ ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ദ ലെസ്സർ ഇസ് ദ കണ്ടക്ടർ മെറ്റീരിയൽ റിക്വയർഡ്. ഇപ്പോൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിന്റെ എമൗണ്ട് കുറയാന്ന് അർത്ഥം. ഇപ്പോൾ വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആയിട്ടാണ് എന്ത് കുറയുന്നത്, കണ്ടക്ടർ മെറ്റീരിയലിന്റെ വോളിയം കുറയുന്നത്. അപ്പോൾ അത്രത്തോളം സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാം കണ്ടക്ടർ മെറ്റീരിയൽ വഴി ബൈ ഇൻക്രീസിങ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. എഫിഷ്യൻസി നമുക്കറിയാം ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. സോ അതിൻ്റെ റിലേഷൻ ഡിറൈവ് ചെയ്യാം. സോ ഇൻപുട്ട് പവർ പി ഈക്വൽ ടു പി പ്ലസ് ടോട്ടൽ ലോസസ് ആണ്. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് എന്നുള്ള അർത്ഥമാണ് എഴുതിയിട്ടുള്ളത്. പി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ള റിലേഷൻ കൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അസ്യൂമിങ് ജെ ടു ബി ദ കറന്റ് ഡെൻസിറ്റി ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ കറന്റ് ഡെൻസിറ്റി ആണ് ജെ എന്ന് വിചാരിക്കുക. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് പെർ ഏരിയ ആണല്ലോ. ജെ ഈസ് ഈക്വൽ ടു ഐ ബൈ എ എന്ന് വരും. അല്ലെങ്കിൽ എ ഈക്വൽ ടു ഐ ബൈ ജെ എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക. പി പ്ലസ് ഇവിടുത്തെ എന്താ എനെയാണ് കേട്ടോ ഒഴിവാക്കിയത്. എക്ക് പകരം ഐ ബൈ ജെ എഴുതി. അപ്പോൾ അതാണ് ഈ പുതിയ ടേമുകൾ വന്നിട്ടുള്ളത്. ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു പി പ്ലസ് ഇവിടെ ഒന്ന് ചെയ്തിട്ടുള്ളത് പി സ്ക്വയർ റോ എൽ ജെ ഡിവൈഡ് ബൈ വി സ്ക്വയർ കോ സ്ക്വയർ ഇൻറ്റു ഇത് 1 ബൈ ജെ എന്നുള്ള 1 ബൈ ഐ എന്നുള്ള ഫോമിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അത്ര അവിടെ ചെയ്തിട്ടുള്ളൂ. ഈ ഐ എന്നുള്ളത് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. സോ അതായത് ഐ എന്ന് പറഞ്ഞാൽ പി ഡിവൈഡ് ബൈ √3 വി കോസ് ഫൈ ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ വി ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ അവിടെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടാണ്. കോസ് ഫൈ ക്യാൻസൽ ആയി പോകും. അപ്പോൾ വിൽ ബി ഗെറ്റിംഗ് ആസ് പി പ്ലസ് √3 പി ജെ റോ എൽ ഡിവൈഡ് ബൈ വി കോസ് ഫൈ എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പീനെ വേണമെങ്കിൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് √3 ജെ റോ എൽ വി കോസ് ഫൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഇൻപുട്ട് പവർ ആണ്, ഇത് നമ്മളുടെ ഔട്ട്പുട്ട് പവർ ആണ്. സോ ഇൻപുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ എന്ത് കിട്ടും, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് നമ്മുടെ എഫിഷ്യൻസി വരിക. ഇറ്റ് വിൽ ബി 1 ബൈ 1 പ്ലസ് √3 ജെ റോ എൽ ഡിവൈഡ് ബൈ വി കോസ് ഫൈ. അല്ലെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പാൻഷൻ വെച്ചിട്ട് റേസ് ടു ഇത് ഈ ടേം റേസ് ടു -1 ആണല്ലോ. അപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം 1 മൈനസ് √3 ജെ റോ എൽ ഡിവൈഡ് ബൈ വി കോസ് ഫൈ എന്ന് കിട്ടും. ഇതാണ് നമുക്കൊരു അപ്രോക്സിമേറ്റ് എന്തിനുള്ള റിലേഷൻ കിട്ടുന്നത്, ട്രാൻസ്മിഷൻ എഫിഷ്യൻസിക്കുള്ള റിലേഷൻ കിട്ടുന്നത്. പിന്നെ ഇവിടെ ആസ് ജെ റോ ആൻഡ് എൽ ആർ കോൺസ്റ്റൻസ്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിലെ ജെയും റോയും എൽ ന്യൂമറേറ്ററിലത്തെ എല്ലാം കോൺസ്റ്റൻസ് ആണ്. പിന്നെ √3 എന്തായാലും കോൺസ്റ്റന്റ് ആണ്. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇൻക്രീസസ് വെൻ ദ ലൈൻ വോൾട്ടേജ് ഇസ് ഇൻക്രീസ്. അതെങ്ങനെയാണ്? ഇപ്പോൾ ലൈൻ വോൾട്ടേജ് കൂട്ടിയെന്ന് വിചാരിക്കുക. ലൈൻ വോൾട്ടേജ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം കുറയാന്നാണ് അർത്ഥം. അപ്പോൾ 1ൽ നിന്നും കുറയ്ക്കുന്ന ടേം കുറയാന്നാണ് അർത്ഥം. അപ്പോൾ എഫിഷ്യൻസി വലിയ ചേഞ്ച് വരുന്നില്ല, അപ്പോൾ ഇൻക്രീസ് ചെയ്യാണെന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ വിയുടെ വാല്യൂ കുറച്ച് കഴിഞ്ഞാലാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ വിയുടെ വാല്യൂ കൂട്ടി കഴിഞ്ഞാലാണ് സംഭവിക്കുന്നത്. വി കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ടേം വലുതാവും. അപ്പോൾ അത് എഫിഷ്യൻസി കുറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു റിലേഷനിൽ സെക്കൻഡ് മൈനസ് ടേമിന്റെ ഡിനോമിനേറ്ററിലാണ് വി വരുന്നത്. അതുകൊണ്ട് തന്നെ the efficiency increases when the line voltage is increased. So അതാണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസിനായിട്ട് വരുന്ന റിലേഷൻ. ദെൻ ഡിക്രീസസ് ദ പെർസെൻറ്റേജ് ലൈൻ ഡ്രോപ്പ്. ലൈൻ ഡ്രോപ്പിന്റെ പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്യും. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാവുന്ന കാര്യം തന്നെയാണ്.
ലൈൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ ഐ ഇൻറ്റു റോ എൽ ബൈ എ അല്ലേ. സോ ഐ ഇൻറ്റു റോ എൽ ഇൻറ്റു എക്ക് പകരം ജെ ബൈ ഐ എന്ന് എഴുതാം, ഓർ ഈക്വൽ ടു റോ എൽ ജെ. സോ പെർസെൻറ്റേജ് ലൈൻ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു what rho L rho L J rho L J divided by V into 100 എന്നുള്ള രീതിയിൽ എഴുതാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ നമുക്കറിയാം എന്താ ജെയും റോയും എല്ലും ഒക്കെ എന്താണ് കോൺസ്റ്റൻസ് ആണ്. therefore the percentage line drop decreases when the transmission voltage increases. ഒരു ലൈൻ ഡ്രോപ്പ് കുറയും എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ റിലേഷനിൽ നമുക്കത് സുഖമായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ ദെർബൈ എന്താ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം, എക്കണോമിക്കൽ ആക്കാം. ദെൻ ഇൻക്രീസസ് ദ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ആൻഡ് ദെൻ ഫൈനലി ഡിക്രീസസ് ദ പെർസെൻറ്റേജ് ലൈൻ ഡ്രോപ്പ്. ബട്ട് ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ് ഫോർ ഹാവിങ് ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജ് റിസൾട്ട്സ് ഇൻ ഫസ്റ്റ് increased cost of insulation for the conductors. So cost of insulation ഭയങ്കരമായിട്ട് കൂടും, കാരണം അത്രയും ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസുലേഷനും കാര്യങ്ങളും നമ്മളവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻസുലേഷൻ കോസ്റ്റ് കുറയും. വേറെ സേവിങ്സിൽ കോപ്പറിൻ്റെ മെറ്റീരിയലിൻ്റെ സേവിങ്സിലുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഇത് കൂടും. ദെൻ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ് ആൻഡ് അതർ ടെർമിനൽ അപ്പറാറ്റസ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പറാറ്റസ്, ട്രാൻസ്ഫോമേഴ്സ് ആയാലും സ്വിച്ച് ഗിയേഴ്സ് ആയാലും ബാക്കി എല്ലാ ടെർമിനൽ അപ്പറാറ്റസും ആയാലും അതിൻ്റെയൊക്കെ എന്താ കോസ്റ്റ് കൂടും. അപ്പോൾ അതും വേറൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. Therefore, there is a limit to the higher transmission voltage which can be economically employed in a particular case. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അലൗബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ വോൾട്ടേജിന് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. ആൻഡ് ദിസ് ലിമിറ്റ് ഈസ് റീച്ച് വെൻ ദ സേവിങ് ഇൻ കോസ്റ്റ് ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ due to the higher voltage is offset by the increased cost of insulators, transformers, switch gears, etc. And hence a choice of proper ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഈസ് എസെൻഷ്യലി എ ക്വസ്റ്റൻ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് ആണ് മെയിനായിട്ട് അവിടെ നോക്കുന്നത്. കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടക്ടർ മെറ്റീരിയൽ സേവിങ്ങും എഫിഷ്യൻസി ഒക്കെ നോക്കുമ്പോഴേക്കും അപ്പുറത്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെയും സ്വിച്ച് ഗിയറിൻ്റെ ഒക്കെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്കണോമിക്കലായിട്ട് വരുന്ന രീതിയിലാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജാണ് പറഞ്ഞത്.